പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പരിശുദ്ധനായിരിക്കുന്ന അങ്ങയുടെ പീഡാനുഭവത്തെ ഓർക്കുവാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയ്ക്കും പുതുക്കത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ. ഇതുവരെ ശുശ്രൂഷകൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബലഹീനദാസനായിരിക്കുന്ന ഇടയന കർത്താവേ, വചനം പറയാനുള്ള ആത്മബലവും ആരോഗ്യവും ദൈവത്തിൻ്റെ കൃപയും സൗഖ്യവും തരണമേ. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് യേശു നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. യേശു കർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ദൈവികമായിരിക്കുന്ന സ്വഭാവത്തിൻ്റെയും രണ്ട് പ്രതീകങ്ങളാണ്. ഒന്ന്, ദുഃഖവെള്ളിയിൽ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ തുറക്കപ്പെട്ട ഹൃദയം. രണ്ട്, തകർക്കപ്പെടാത്ത നട്ടെല്ല്. കർത്താവിന് ലോക ചരിത്രത്തിൽ ഏറ്റവും അനുഗ്രഹത്തോടെ നിൽക്കുവാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെട്ട ഹൃദയവും റോമൻ ഭരണകൂടവും മതശക്തികളും ചേർന്നിട്ട് കർത്താവിൻ്റെ നട്ടെല്ല് തകർത്ത് കളയുവാൻ കഴിയാതെ വളരെ ശക്തിയോടെയാണ് ഈ സാമ്രാജ്യത്വ ശക്തിക്കെതിരെ കർത്താവ് ബലത്തോടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഹൃദയമുള്ളവനായിട്ട് അവൻ ജീവിച്ചു, നട്ടെല്ല് ഉള്ളവനായിട്ട് മരിച്ചു. ഇത് രണ്ടും ഇന്ന് നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തപ്പി നോക്കേണ്ട ഒരു കാലഘട്ടത്തിൽ. ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് ചിലർക്കൊക്കെ ഹൃദയം ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്, അല്ലേ? ചിലരുടെ ഹൃദയം പിന്നെ ആർക്കാണ്ടൊക്കെ അങ്ങ് കൊടുത്തേക്കുക, ചെറുപ്പത്തിലേ കൊടുത്തിട്ട് പോയേക്കുക, അല്ലേ? നമുക്ക് നല്ല ഒരു ഹൃദയത്തിൻ്റെ അനുഭവം, മനസ്സിൻ്റെ അനുഭവം ഉണ്ടാകണമെന്നുള്ളത് ദുഃഖവെള്ളിയിൽ സംഭവത്തിലൂടെ കർത്താവ് തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നട്ടെല്ല് നമ്മൾ പലയിടത്തും പണയം വെച്ച് പോകുന്ന ഒരു കാര്യമാണ്, അല്ലേ? ചിലർ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോഴേ നട്ടെല്ല് പണയം വെക്കും. ചിലപ്പോൾ ഞങ്ങൾ വൈദികർ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പം നട്ടെല്ല് പണയം വെക്കേണ്ടതായിട്ട് വരും, അല്ലേ? അങ്ങനെ ഓരോരുത്തരെ ഓരോ രീതിയിലൊക്കെ നട്ടെല്ല് പണയം വെച്ച് നടക്കുന്നത് കൊണ്ട് ഈ സമൂഹത്തിൽ നേരെ നിവർന്നു നിന്ന് സത്യം പറയുവാൻ ആളുകൾ വല്ലാതെ കുറയുകയും സ്തുതിപാഠകരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഓശാനയിൽ ഒരുപാട് സ്തുതിപാഠകരുണ്ടായിരുന്നു. എന്നാൽ ദുഃഖവെള്ളിയിൽ എത്തുമ്പോൾ വളരെ ഭയാനകമായൊരു കാഴ്ചയാണ് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നട്ടെല്ലിൻ്റെ ധീരതയും ഹൃദയത്തിൻ്റെ കാരുണ്യവും കൈവെടിയരുത് എന്നുള്ളതാണ് കർത്താവ് ഈ ദുഃഖവെള്ളിയിൽ നമ്മളോട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഒത്തിരി പ്രതിസന്ധി കർത്താവ് ഈ ദിവസം അനുഭവിക്കുന്നു. എന്നാൽ എല്ലാം നല്ലതിന് വേണ്ടിയാണ്. കാരണം ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഈ പീഡാസഹനങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദുഃഖങ്ങളുടെ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് പലപ്പോഴും നമ്മൾ പ്രയാസപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ സകലവും നന്മയ്ക്കായിട്ട് കൂടി ആവരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിയണം. ഒരിക്കൽ രാജാവും മന്ത്രിയും നടക്കാനിങ്ങനെ കാട്ടിലൂടെ പോവുകയാണ്. മന്ത്രിക്കൊരു പ്രത്യേകതയുണ്ട്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോകുന്ന അവസരത്തിൽ രാജാവിൻ്റെ ഈ കാല് വലിയൊരു കല്ലിൽ തട്ടിയിട്ട് ഈ പെരുവിരൽ കുറച്ചങ്ങ് മുറിഞ്ഞുപോയി. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞു, സംഭവിച്ചതെല്ലാം നല്ലതിന്. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് ആ വലിയ കൊടുങ്കാട്ടിൽ അവിടെ തൊട്ടടുത്ത് കണ്ട ഒരു പൊട്ടക്കിണറ്റിലേക്ക് ദേഷ്യം മൂലം ഈ മന്ത്രിയെ പിടിച്ചൊരു തെള്ളു വെച്ച് കൊടുത്തു. അയാൾ അതിനകത്ത് വീണു. അങ്ങനെ ഈ രാജാവ് ഒറ്റയ്ക്ക് അങ്ങോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ വനത്തിനകത്തുള്ള ആദിവാസികളുടെ ഗോത്ര സംവിധാനത്തിലുള്ള വലിയൊരു ശക്തരായ ഗ്രൂപ്പ് ആളുകൾ കടന്നു വന്നിട്ട് ഇവർക്കിത് രാജാവാണെന്നൊന്നും അറിയത്തില്ല, ഈ മനുഷ്യനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ മൂപ്പൻ പറഞ്ഞിട്ടുണ്ട്, ബലി അർപ്പിക്കുവാൻ ഒരു മനുഷ്യനെ വേണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ അവർ ഇവരുടെ മൂപ്പൻ, ആദിവാസി മൂപ്പൻ പറഞ്ഞതനുസരിച്ച് ഈ രാജാവിനെ അവിടെ എത്തിച്ചു. എന്നിട്ട് മൂപ്പൻ വന്നൊരു പരിശോധന നടത്തും. ആ പരിശോധനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഊനമില്ലാത്തതിനെ മാത്രമേ അവരുടെ ദേവിക്ക് ബലി കഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ആദിവാസി മൂപ്പൻ വന്ന് ഇത് പരിശോധിക്കുമ്പോൾ നോക്കിയപ്പോൾ കാലിലെ ഒരു പെരുവിരൽ അത് അറ്റിരിക്കുന്നു. അപ്പോൾ ഈ ആദിവാസി മൂപ്പൻ പറഞ്ഞു, ഇത് നമ്മുടെ ദേവിക്ക് ബലി അർപ്പിക്കാൻ ഈ മനുഷ്യനെ കൊള്ളത്തില്ല, കാരണം ഇത് ഊനമുള്ളതാണ്. അവിടെ നിന്ന് അവർ പറഞ്ഞു വിട്ടു. നടന്നിങ്ങനെ വരുമ്പോൾ ഈ മന്ത്രി പറഞ്ഞത് അപ്പോഴാണ് രാജാവ്, സംഭവിച്ചതൊക്കെ നല്ലതിനാണ്. അപ്പോൾ സ്നേഹം തോന്നിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കാട്ടുവള്ളിയൊക്കെ ഇട്ട് ഈ മന്ത്രിയെ ഇങ്ങനെ രക്ഷിച്ച് മേളിൽ കയറ്റിയപ്പോൾ അന്നേരവും മന്ത്രി പറയാണ്, സംഭവിച്ചതെല്ലാം നല്ലതിന്. മന്ത്രി പറഞ്ഞത് വെറുതെ അല്ല, കാരണം ഒരു കുഴപ്പമില്ലാതെ ഞാൻ അവിടെ നിന്നായിരുന്നെങ്കിൽ ഇപ്പം അവരെന്നെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ബലി അർപ്പിച്ചേനെ. അവിടെ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന വൈരുദ്ധ്യം നിറഞ്ഞ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് എന്തുകൊണ്ട് ദുഃഖവെള്ളി, എത്രയോ ദുഃഖവെള്ളിയിലൂടെ പല സമയങ്ങളിലുമൊക്കെ കടന്നു പോകുന്ന ആളുകളാണ്. എന്നാൽ അതിനപ്പുറത്തായിട്ട് തമ്പുരാനൊരു ഉത്തരം വെച്ചിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് ദുഃഖവെള്ളി പറയുന്ന 4-5 കാര്യങ്ങൾ പറഞ്ഞ്
അല്പസമയത്തിനുള്ളിൽ ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സ്നേഹത്തിൻ്റെ പ്രസംഗപീഠമായ കുരിശ് നിർമ്മിക്കപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ പ്രസംഗപീഠമായ കുരിശ് നിർമ്മിക്കപ്പെട്ടു. ഞാനിപ്പോൾ നിൽക്കുന്ന വളരെ സുന്ദരമായ ഒരു പ്രസംഗപീഠം അല്ലേ? നിങ്ങളെല്ലാം കൂടെ കഷ്ടപ്പെട്ട് നിർമ്മിച്ച വളരെ സുന്ദരമായൊരു പ്രസംഗപീഠമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗപീഠം എന്താണെന്ന് ചോദിച്ചാൽ അത് കർത്താവിൻ്റെ കുരിശാണ്. പ്രിയമുള്ളവരെ, അതിൽ കിടന്നുകൊണ്ട് ലോകത്തോട് കർത്താവ് പറഞ്ഞ 7 മൊഴികളുണ്ട്. അതിനപ്പുറത്തൊരു വലിയ പ്രസംഗമൊന്നുമില്ല. സഭയിൽ ചെന്നാൽ ഓരോ പ്രസംഗമാണ് 7 മൊഴികളും. പോകുമ്പോഴത്തേന് വൈകിട്ട് 6 മണിയാകും അല്ലേ? നമുക്ക് മാത്രമാണ് പലപ്പോഴും പ്രയാസം സമയത്തിൻ്റേതായിട്ടുള്ളത് അല്ലേ? 7 പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരിറങ്ങിപ്പോകുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രസംഗം ലോകത്തിൻ്റെ ചരിത്രത്തിൽ തൻ്റെ ജീവിതം കൊണ്ട് നടത്തുകയാണ് കർത്താവ്. അതിൻ്റെ ഏറ്റവും വലിയ പുൾപിറ്റും പ്രസംഗപീഠവും കർത്താവിൻ്റെ കുരിശാണ് എന്നുള്ളതാണ് ദുഃഖവെള്ളി പ്രഖ്യാപിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. 2, നിന്ദ്യമായ കുരിശ് യേശു ത്യാഗത്തിൻ്റെ അൾത്താരയാക്കിയ, മദ്ബകയാക്കിയ, ഓൾട്ടറാക്കിയ ദിവസമാണ് അല്ലേ? ആരാധനയുടെ കേന്ദ്രസ്ഥാനം കുരിശാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നും. സ്ലീബ എന്നാണല്ലോ സുറിയാനി ഭാഷയിൽ അതിനെ പറയുവാൻ തക്കവണ്ണം ചിലർക്ക് നമ്മൾ പേര് തന്നെ ഇടും. അത് സ്ലീബാച്ചൻ അല്ലേ? കുരിശിൻ്റെ പേര് ചേർത്ത അല്ലേ? അപ്പോൾ കുരിശിൻ്റെ ഒരു സുറിയാനി പദത്തിലാണ് നമ്മൾ അങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നത്. നിന്ദ്യമായ കുരിശ് യേശു ത്യാഗത്തിൻ്റെ അൾത്താരയാക്കിയ ദിവസമാണ് ദുഃഖവെള്ളി എന്നുള്ളത് ഇതിലൂടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. ഇന്ന് കുരിശ് നമുക്ക് എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് കുരിശനുഭവങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ഉദ്ധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുകയുള്ളൂ. സ്നേഹം കുരിശിലേറിയ ആത്മസമർപ്പണത്തിൻ്റെ ദിവസമാണ് ദുഃഖവെള്ളി അല്ലെങ്കിൽ നല്ല വെള്ളി എന്ന് പറയുന്നത് അല്ലേ? ഇത് വലിയ വെള്ളിയാണ്. ഇത് ഗുഡ് ഫ്രൈഡേ ആണ് ഇംഗ്ലീഷിൽ. ഇത് ദുഃഖവെള്ളി ആകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ബലിയായി തീർന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം വരേണ്ടത്. അങ്ങനെയാണത് ദുഃഖവെള്ളി അല്ലേ? നമ്മുടെ പാപങ്ങളെ പ്രതിയാണ് കർത്താവ് ഈ ദിവസത്തിൽ കുരിശിലേറുന്നത്. അതുകൊണ്ടൊരു ദുഃഖത്തിൻ്റെ അനുഭവമുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ടല്ലോ. എന്നാൽ ഇത് വിടുതലിൻ്റെ ദിവസമായി തീർന്നത് കൊണ്ട് ഇത് നല്ല വെള്ളിയാഴ്ചയായിട്ട്, ഗുഡ് ഫ്രൈഡേ ആയിട്ട് ഇംഗ്ലീഷിൽ ഇതിന് നമ്മുടെ ഭാഷയിൽ അതിനെ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. സ്നേഹത്തെ കുരിശിലേറ്റിയ ദിവസം. സ്നേഹത്തെ കുരിശിലേറ്റുന്ന അനേക നാളുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ മനോരമയുടെ സപ്ലിമെൻ്റ് വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അല്ലേ? ആന്ധ്രയിൽ ഒരു അധ്യാപകനെ പിടിച്ച് ജയിലിലിട്ടു. അയാൾ നിരപരാധിയാണ്. പക്ഷെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹം 6-7 വർഷത്തിനകത്ത് കടന്ന് വീൽ ചെയറിൽ സഞ്ചരിക്കുന്നൊരു മനുഷ്യനാണ്. ഇങ്ങനെയുള്ള അനേക ആളുകളെ കുരിശിലേറ്റുന്ന സംഭവങ്ങൾ ഈ നാളുകളിൽ ഒത്തിരി നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഫാദർ സ്റ്റാൻസാമിയെ വളരെ വിദഗ്ധമായിട്ട് കൊന്നുകളഞ്ഞു. അവസാനം അദ്ദേഹത്തിൻ്റെ മേലെ ആരോപിക്കപ്പെട്ടതൊക്കെയും മനഃപൂർവ്വമായി കെട്ടിച്ചമച്ചതായിരുന്നു എന്നുള്ളതാണ് ഒരു അമേരിക്കൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ സ്നേഹത്തിന് വേണ്ടി നിന്ന, സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൽ നിന്ന അനേക വ്യക്തിത്വങ്ങൾ ഈ നാളുകളിലും കുരിശിലേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കവി എഴുതുന്ന 4-ാമത്തെ ആണി എന്ന് പറയുന്ന വളരെ സുന്ദരമായ ഒരു കവിതയാണ്. കർത്താവിൻ്റെ കുരിശിൽ 3 ആണികൾ നമുക്ക് കാണുവാൻ സാധിക്കും. 2 കരങ്ങളിലും കാലുകളിലും അടിക്കപ്പെടുന്ന 3-ാമത്തെ ആണി. കവി പറയുന്നുണ്ട്, അവർ 4 ആണികളുമായി മല കയറി വന്നു. 1-ാമത്തെ ആണി കൊണ്ട് അവരെൻ്റെ സന്തോഷത്തിന് ആണിയടിച്ചു. 2-ാമത്തെ ആണി കൊണ്ട് എൻ്റെ സമാധാനത്തിന് അവർ ആണിയടിച്ചു. 3-ാമത്തെ ആണി കൊണ്ട് എൻ്റെ പ്രത്യാശയ്ക്ക് അവർ ആണിയടിച്ചു. 4-ാമത്തെ ആണി അവരെൻ്റെ ചൂണ്ടുവിരലിലാണ് അടിക്കുവാൻ ശ്രമിക്കുന്നത്. 4-ാമത്തെ ആണി എൻ്റെ ചൂണ്ടുവിരലിൽ അടിക്കുക. ഒരാൾ ചെയ്യുന്നത് തെറ്റെന്ന് നമ്മൾ ചൂണ്ടാനാണ് ഈ ചൂണ്ടാണി വിരൽ ഉപയോഗിക്കുന്നത്. ഇന്ന് അത് ഇഷ്ടപ്പെടാത്ത ഒരു മത സംവിധാനത്തിനകത്ത്, രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ 4-ാമത്തെ ആണിക്ക് നമ്മുടെയൊക്കെ ചൂണ്ടാണി വിരൽ അടിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? ഇന്ന് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ തന്നെയാണ്. വളരെ സംഗതമായ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂണ്ടാണി വിരൽ നോക്കി അടിക്കുന്ന ആരും എനിക്കെതിരെ ഒരു ചെറു അണിവിരൽ പോലും ഉയർത്തുവാൻ സമ്മതിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദുഃഖവെള്ളി നമ്മളോട് പറയുവാൻ ശ്രമിക്കുന്നത്, നട്ടലോടുകൂടെ നിന്നവനാണ് കർത്താവ് തമ്പുരാൻ. തുറന്ന ഹൃദയത്തോടുകൂടെയാണ് കർത്താവിൻ്റെ ഈ ബ്ലീഡിങ് ഹാർട്ട് ചില ഭവനങ്ങളിലൊക്കെ നമ്മൾ ചിത്രമായിട്ട് വെച്ചിരിക്കുന്ന കാണുന്നുണ്ടല്ലോ. നമുക്ക് വേണ്ടി രക്തമിറ്റിറ്റ് വീഴുന്ന, അതുകൊണ്ട് രക്തം വീഴുന്ന ഒരു കുരിശുമരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്.
രക്തം വീണുകൊണ്ടിരിക്കുന്ന, രക്തം മഴ പോലെ വീണുകൊണ്ടിരിക്കുന്ന ഒരു കുരിശുമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഇത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടി, കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടിയാണ് ഇങ്ങനെ ആകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കുരിശിൽ നിന്ന് സാധാരണ മരണസമയത്ത് പലരുടെയും ജീവിതങ്ങളുടെ അവസാനത്തിൽ കേൾക്കുന്നത് ശാപവചസ്സുകളാണ്. എന്നാൽ യേശുവിൻ്റെ കുരിശിൽ നിന്ന് ഉയരുന്നത് ക്ഷമയുടെ സങ്കീർത്തനങ്ങളും കാരുണ്യത്തിൻ്റെ ഭാവഗീതങ്ങളുമാണ് എന്നുള്ളതാണ് ഈ 7 മൊഴികൾ നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ചിലരെയൊക്കെ മരണക്കിടക്കയുടെ അവസാനം നമ്മൾ നിന്നാൽ വലിയ കഷ്ടമാണ്. ശാപവാക്കുകളും അല്ലെങ്കിൽ വല്ലാതെ പ്രാകുന്ന അനുഭവങ്ങളും ഒക്കെയാണ്. എന്നാൽ ചിലരുടെ മരണക്കിടക്കയിൽ നമ്മൾ നിന്നാൽ എന്ത് പ്രത്യാശയാണ്, എന്ത് വചനത്തിൻ്റെ അനുഭവങ്ങളാണ്. ഞാനൊരിക്കലൊരു മാതാവ് അവരുടെ മരണക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് ചെന്നപ്പോൾ അവരെപ്പോഴും ഈ ദൈവത്തിൻ്റെ വചനം, ഈ ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നല്ലതായിട്ട് പാട്ട് പാടാനറിയാം, പാടിക്കൊണ്ടിരിക്കും. ഞാൻ പറയും, ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയാണ്, ഇപ്പം ഈ ഈസ്റ്ററൊക്കെ അവസാനമാകുമ്പോൾ പല പള്ളികളിലുമൊക്കെ ഇപ്പം ചെയ്യുന്നൊരു പരിപാടിയാണ് ഉദ്ധാനത്തിൻ്റെ പാട്ടും പീഡാനുഭവത്തിൻ്റെ പാട്ടും ഒക്കെ വലിയ ഗായകസംഘങ്ങളെയൊക്കെ വരുത്തി പാടുക. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാം, അതിന് നമ്മൾ ശ്രമിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ പോലും നമ്മൾ ഈ പീഡാനുഭവ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി സംബന്ധിച്ചാൽ, ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ പെരുന്നാളിലൊന്ന് സംബന്ധിച്ചാൽ, ഈ പാടുന്ന എല്ലാം സുന്ദരമായ പീഡാനുഭവത്തിൻ്റെയും ഈസ്റ്ററിൻ്റെ ഉദ്ധാനത്തിൻ്റെയും പാട്ടുകളാണ്. നമ്മളിതൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ, കൂടെ പാടാറുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ പറയേണ്ട കാര്യമാണ്, അല്ലേ? അതുകൊണ്ട് ഇത് വലിയൊരു ശുശ്രൂഷ ഇതിനകത്ത് നടക്കുന്നത്. മാർ അപ്രേം എന്ന് പറയുന്നത് സുറിയാനി പിതാവ് എഴുതിയ, അദ്ദേഹത്തെ ഗാനഗോകുലം എന്നാണ് പറയുന്നത്, സുറിയാനി സഭയുടെ വളരെ സുന്ദരമായ ദൈവത്തിൻ്റെ മാന്ത്രിക സ്പർശമുള്ള ഗിത്താറ് കയ്യിലുള്ള ആളെന്നാണ് മാർ അപ്രേമിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹമാണ് ഈ പാട്ടുകൾ കൂടുതലും എഴുതി. എന്ത് രസമാണ്! നമ്മുടെ ആരാധന അത്ര സുന്ദരമാണ് പ്രിയമുള്ളവരെ. നമ്മളതൊന്ന് പാടി സുന്ദരമായ ശുശ്രൂഷയുടെ ഭാഗമായി തീരുമ്പോൾ, കുമ്പിടിലിൻ്റെ ഭാഗമായി തീരുമ്പോൾ എന്തർത്ഥവത്തായ സുന്ദരമായ ഗാനങ്ങളാണ്. കൊച്ചു കുഞ്ഞുങ്ങളടക്കം അത് പാടണം, അല്ലേ? നമ്മളിവിടെ ഇരിക്കുന്ന, ഇന്ന് മുമ്പിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും കുറച്ച് ചെറുപ്പക്കാരും ഒക്കെ ഈ കുമ്പിടിലിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകുന്നുണ്ട്, അല്ലേ? അവരെല്ലാവരും ഒരുമിച്ച് നമ്മൾ ചെല്ലണം. നമ്മൾ ചില ദേവാലയങ്ങളിൽ ചെന്നാൽ ദുഃഖവെള്ളിയുടെ അന്ന് മാത്രമല്ല ഒരു ബെഞ്ച് പോലും ആലയത്തിനകത്തില്ല. നമ്മളെല്ലാവരും പറ്റുന്ന രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് കണ്ണിന് പകരം കണ്ണെന്ന ലോകം ഇവിടെ അന്ധകാരം സൃഷ്ടിക്കുമെന്നുള്ള ഉൾക്കാഴ്ചയിൽ കർത്താവ് പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. വളരെ വൈകാരികതയും ആർദ്രതയും പറ്റിയ ലോകത്ത് കർത്താവ് കള്ളനോട് പറയുകയാണ്, നീ എന്നോടുകൂടെ എവിടെ ഇരിക്കും? പറുദീസായിൽ ഇരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പം പറഞ്ഞു, കാൽവറിയിൽ 3 കുരിശുകളുണ്ട്. ഒന്ന് കർത്താവിൻ്റെ കുരിശാണ്, മറ്റൊന്ന് കള്ളൻ്റെയാണ്. കർത്താവിൻ്റെ കുരിശ് എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ നാളുകളിൽ നമ്മളൊക്കെ കൊണ്ട് നടക്കുന്നത് കള്ളൻ്റെ കുരിശാണോ എന്നുള്ളതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ കുരിശ് വഹിപ്പാൻ എത്ര പേർക്ക് ഈ നാളുകളിൽ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് കുരിശെടുക്കുന്നവർ കുറയുന്നു പ്രിയമുള്ളവരെ. കുരിശ് പണിയുന്നവരാണ് ഇന്ന് കൂടുതൽ. ഇന്ന് കുരിശെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കുരിശ് വരയ്ക്കാൻ നമുക്കറിയാം, അല്ലേ? കുരിശൊക്കെ നമുക്ക് കഴുത്തിലണിയുവാൻ നമുക്കറിയാം. കുരിശിൻ്റെ വഴി ധ്യാനിക്കുവാൻ നമുക്കറിയാം. ചില പ്രദക്ഷിണങ്ങളിലൊക്കെ പൊൻകുരിശും പിടിച്ചുകൊണ്ട് നടക്കുവാൻ നമുക്കറിയാം. നാട് മുഴുവൻ കുരിശിൻ്റെ തൊട്ടികളൊക്കെ നമുക്ക് കാണാം. പ്രദക്ഷിണത്തിൽ മുമ്പിൽ പിടിക്കുന്ന കുരിശ് പിടിക്കാൻ പോലും ഇന്ന് ആളുകൾ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ ചിലയിടങ്ങളിൽ ചില സഭകൾ അങ്ങനെ ആയിരിക്കുന്നുവെന്ന് അവർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ന് ബംഗാളിയെ കിട്ടിയാൽ, കഴിഞ്ഞ ദിവസം ഇടുക്കി കട്ടപ്പനയിൽ ഭയങ്കര പ്രകടനമായിട്ടാണ് ഹോശാന കടന്നു പോകുന്നത്, അല്ലേ? പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന്. അവർ ചുമ്മാ ചെയ്തൊന്നുമല്ല, അവർ ബേസിക്കലി അവിടെ ക്രിസ്ത്യൻ കണക്ഷനുള്ള ആളുകളൊക്കെ എന്ത് സുന്ദരമായിട്ടാണ് അവർ പോകുന്നത്, അല്ലേ? ഇവിടെ നമ്മുടെയൊക്കെ ഓരോ പരിപാടി കണ്ടാൽ എന്നോ ക്രിസ്ത്യാനിയാണെന്ന് നമ്മൾ മൂക്കത്തെ വിരൽ വെച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ ഹൃദയത്തിൽ വരയ്ക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ തന്നെത്താൻ ത്യജിച്ച് നമ്മുടെ നിയോഗത്തിൻ്റെ കുരിശുകൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. തന്നെത്താൻ ത്യജിച്ച് നമ്മുടെ നിയോഗത്തിൻ്റെ കുരിശുകൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പണ്ട് നമ്മൾ പാടി, കുരിശെടുത്തൻ എന്തുവാ, പിന്നെ നമ്മൾ പാടി ക്രൂശിന്മേൽ, പിന്നെ നമ്മൾ പാടി ക്രൂശേ. ഇപ്പം കണ്ടും നോക്കിയൊക്കെ നമ്മളങ്ങ് പോവുക. നമ്മൾ ഓരോ സമയത്തും നമ്മുടെ സൗകര്യമനുസരിച്ച് പാട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുരിശെടുക്കാനൊക്കെ നമുക്ക് പറ്റത്തില്ല, അതാണ് മാറുന്നത്. ഇപ്പം നോക്കാനോ
അല്ലെങ്കിൽ മാറി നിന്ന് കാണാനോ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. നീതിമാൻ്റെ സഹനത്തിന് ഉത്തരം കിട്ടുന്ന ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. നീതിമാൻ്റെ സഹനത്തിന് ഉത്തരം കിട്ടുന്ന ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ജീവിതം നമുക്ക് പല ദുഃഖവെള്ളികൾ തരും. നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ, നമുക്ക് കിട്ടുന്ന സാമൂഹിക തിരസ്കാരങ്ങൾ നമുക്ക് തളരാതിരിക്കാനാണ് തമ്പുരാൻ പറയുന്നത്. കാരണം നമുക്ക് ചില വാതിലുകൾ തമ്പുരാൻ തുറക്കും. നമുക്ക് ചില പൂട്ടുകൾ എത്ര കുഴപ്പത്തിൽ പൂട്ടിയാലും അത് തുറക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ നമ്മളോട് ഇടപെടുമെന്നുള്ളതാണ് നീതിമാൻ്റെ സഹനത്തിന് ഉത്തരമുണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന ദുഃഖവെള്ളി നമ്മളോട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ലോകത്തിൻ്റെ ന്യായാധിപനെ കഴിക്കിയ ദിവസം. പീലാത്തോസ് എന്ന ലോകത്തിൻ്റെ ന്യായാധിപൻ സത്യം എന്താണെന്നറിഞ്ഞിട്ടും സത്യത്തെ ക്രൂശിക്കുവാൻ ശ്രമിച്ചു. യേശു എന്ന പരമസത്യത്തെ ക്രൂശിച്ചവനാണ്, അതിന് നേതൃത്വം കൊടുത്തവനാണ്. ആരാണ്? പീലാത്തോസും അന്നത്തെ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും. ഇതാണ് സത്യം. യേശു എന്ന പരമസത്യമാണ്. എന്നാൽ അതത്ര ശക്തിയോടുകൂടെ പൊട്ടിത്തെറിച്ച് ഉത്ഥാനത്തിൻ്റെ നാളുകളിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ദൈവരാജ്യ മൂല്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന കുരിശെന്ന് പറയുന്നത്. കുരിശുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സാക്ഷ്യ ജീവിതം നമുക്ക് സാധ്യമായിട്ട് തീരുകയുള്ളൂ. കുരിശുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സാക്ഷി ജീവിതം നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ കുരിശുകളിലൂടെയാണ് ചുറ്റുപാടുകൾക്ക് നമ്മൾ നല്ല സാക്ഷ്യത്തെ കൊടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഇതാണ് യേശു കർത്താവ് ഒരു രക്തസാക്ഷിയായി തീരുകയാണ്. ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ ചെറുപ്പക്കാരും മറ്റും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വളരെ സുന്ദരമായ കവിതകൾ എഴുതിയ മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കവിതയിലെ ഏതാനും വരികളാണ്. അതിങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. രക്തസാക്ഷി. അവനവന് വേണ്ടി അല്ലാതെ അവരന് ചൂട് രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ച് ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബള മോഹങ്ങളും നിറവുള്ള കനവുണ്ടായിരുന്നെങ്കിലും നേരിനു വേണ്ടി നിതാന്തം ഒരാദർശ വേരിന് വെള്ളവും വളവും ഏറിയവൻ രക്തസാക്ഷി. ശലഭവർണ്ണ കനവ് നിറയുന്ന യൗവനം ബലിയായി നൽകി പുലരുന്നോൻ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് എത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷി. അമ്മയ്ക്ക് കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്ക് കണ്ണും കരുത്തും കൊടുത്തവൻ, പ്രിയമുള്ളതെല്ലാം ഒരു ഉജ്ജ്വല സ്വപ്നത്തിന് ഊർജമൂട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വെച്ചൊരു ചന്ദനത്തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തം നനച്ചു കൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുന്നവൻ പുലർത്തുന്നവൻ രക്തസാക്ഷി. ഒരിടത്ത് അവന് പേര് ചെഗുവേര എന്നാണെങ്കിൽ, ഒരിടത്ത് അവന് ഭഗത് സിംഗ് എന്ന പേര്, ഒരിടത്ത് അവൻ യേശുദേവൻ എന്ന പേര്, വേറൊരിടത്ത് അവന് മഹാത്മാഗാന്ധി എന്ന പേര്. 1000 പേരാണ് അവന് ചരിത്രത്തിൽ. 1000 നാവാൻ എക്കാലവും രക്തസാക്ഷി. നീ മഹാപർവ്വതം, നീ മഹാസാഗരം, നീയെ നിറഞ്ഞു നിൽപ്പൂ രക്തസാക്ഷി. പ്രാർത്ഥിക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാം.